കിണറില്ല, കക്കൂസില്ല, എല്ലാം വെട്ടി നശിപ്പിച്ച്. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇവിടെ ഇടിച്ചു കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇടിഞ്ഞു കിടക്കുന്ന മൊത്തം, ഒരു ഉടുതുണി പോലും ഇല്ല. പോലീസ് വിളിച്ചുകൊണ്ട് പോയതാ. കഞ്ഞി കുടിക്കാൻ പോലും വിട്ടില്ല, വരാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുക. ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങളെ പുറത്തിറക്കുന്നില്ല. കൊല്ലം ജില്ലയിലെ ചിതറയിൽ വാടക തർക്കത്തെ തുടർന്ന് കെട്ടിട ഉടമകൾ JCB ഉപയോഗിച്ച് വാടക വീട് ഇടിച്ചു നിരത്തിയ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ അടുത്തിടെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടത്. ഈ വീഡിയോയ്ക്ക് താഴെ വന്ന ഭൂരിഭാഗം കമന്റുകളും കെട്ടിട ഉടമയെ അനുകൂലിച്ചുകൊണ്ടുള്ളതായിരുന്നു എന്നത് നമ്മുടെ സമൂഹത്തിന്റെ നിയമപരമായ അറിവില്ലായ്മയാണ് തുറന്നു കാട്ടുന്നത്. സ്വന്തം പണം മുടക്കി നിർമ്മിച്ച വീടല്ലേ, വാടകക്കാരൻ ഒഴിയാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അത് ഇടിച്ചു നിരത്താൻ ഉടമയ്ക്ക് അവകാശമില്ലേ എന്നതായിരുന്നു പലരുടെയും ചോദ്യം. ഒറ്റനോട്ടത്തിൽ കെട്ടിട ഉടമയുടെ വികാരം ന്യായമാണെന്ന് തോന്നാമെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തെ നിയമവ്യവസ്ഥ പ്രവർത്തിക്കുന്നത് വൈകാരികതയുടെയോ അല്ലെങ്കിൽ കയ്യൂക്കിന്റെയോ അടിസ്ഥാനത്തിലല്ല. വാടകക്കാരന്റെ അവകാശങ്ങളെക്കുറിച്ചും കുടിയൊഴിപ്പിക്കലിന്റെ യഥാർത്ഥ നിയമവശങ്ങളെക്കുറിച്ചും ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു വ്യക്തി തന്റെ കെട്ടിടം മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകുമ്പോൾ ആ വസ്തുവിന്മേലുള്ള കൈവശാവകാശവും അവിടെ സ്വസ്ഥമായി താമസിക്കാനുള്ള അവകാശവുമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. വാടക കരാറിന്റെ കാലാവധി അവസാനിച്ചാലോ വാടകക്കാരൻ കൃത്യമായി വാടക നൽകാതിരുന്നാലോ പോലും അയാളെ ബലപ്രയോഗത്തിലൂടെ ഇറക്കിവിടാൻ കെട്ടിട ഉടമയ്ക്ക് ഇന്ത്യൻ നിയമം യാതൊരു അധികാരവും നൽകുന്നില്ല. വാടകക്കാരൻ ഒഴിയാൻ തയ്യാറായില്ല എന്ന ഒറ്റ കാരണത്താൽ അയാളുടെ സാധനങ്ങൾ വലിച്ചെറിയാനോ കുടിവെള്ളം മുടക്കാനോ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനോ ഉടമയ്ക്ക് കഴിയില്ല. ചിതറയിൽ സംഭവിച്ചതുപോലെ കെട്ടിടം തകർക്കാൻ ശ്രമിക്കുന്നത് വലിയ നിയമ കുരുക്കുകളിലേക്കാണ് ഉടമയെ കൊണ്ടുചെന്നെത്തിക്കുക. സ്വന്തം ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണെങ്കിൽ പോലും അതിനുള്ളിൽ വാടകക്കാരൻ നിയമപരമായി താമസിക്കുമ്പോൾ അവിടെ അതിക്രമിച്ചു കയറുന്നതും നാശനഷ്ടങ്ങൾ വരുത്തുന്നതും ക്രിമിനൽ ട്രസ്പാസ്, വസ്തുവകകൾ നശിപ്പിക്കൽ, ഗൂഢാലോചന തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ്. ഒരു ഉടുതുണി പോലുമില്ല. ഞങ്ങൾക്ക് നീതി കിട്ടണം. നമുക്ക് കിണറില്ല, കക്കൂസില്ല, എല്ലാം വെട്ടി നശിപ്പിച്ചു. ഞങ്ങൾക്കൊരു ഉടുതുണിയില്ല. കഞ്ഞി വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതാ. പോലീസ് വിളിച്ചുകൊണ്ട് പോയതാ. കഞ്ഞി കുടിക്കാൻ പോലും വിട്ടില്ല, വരാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുക. ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങളെ പുറത്തിറക്കുന്നില്ല. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇവിടെ ഇടിച്ചു കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇടിഞ്ഞു കിടക്കുന്ന മൊത്തം, ഒരു ഉടുതുണി പോലും ഇല്ല. കട്ടിലെ, അലമാരി, സകലതും പോയി. വാടകക്കാരുടെ സംരക്ഷണത്തിനായി 1965 നിലവിൽ വന്ന കേരള ബിൽഡിംഗ്സ്, അതായത് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം റെന്റ് കൺട്രോൾ കോടതിയുടെ കൃത്യമായ ഉത്തരവിലൂടെ മാത്രമേ ഒരു വാടകക്കാരനെ ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയത്തിൽ രാജ്യത്തെ പരമോന്നത കോടതികൾ നൽകിയിട്ടുള്ള വിധികൾ വളരെ വ്യക്തമാണ്. 1989 സുപ്രീം കോടതി സുപ്രധാനമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ അനധികൃതമായിട്ടാണ് തുടരുന്നതെങ്കിൽ പോലും അയാളെ കൃത്യമായ നിയമ നടപടികൾ പാലിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ ഉടമയ്ക്ക് യാതൊരു അവകാശവുമില്ല എന്നതായിരുന്നു ആ വിധി. ഇതുകൂടാതെ 1995 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു വിധി കെട്ടിട ഉടമകൾക്ക് ശക്തമായ ഒരു താക്കീതാണ്. വാടകക്കാരനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉടമ മനഃപൂർവ്വം നിയമവിരുദ്ധമായി കെട്ടിടം തകർക്കുകയാണെങ്കിൽ അത് വാടകക്കാരന്റെ മൗലിക അവകാശങ്ങളുടെ നഗ്നമായ ലംഘനവും ഒരു ക്രിമിനൽ കുറ്റവുമാണെന്ന് കോടതി വ്യക്തമാക്കി. ഇത്തരം സന്ദർഭങ്ങളിൽ കെട്ടിടം തകർക്കുന്നത് വഴി വാടകക്കാരനുണ്ടായ മാനസികവും ഭൗതികവുമായ നാശനഷ്ടങ്ങൾക്ക് വൻതുക നഷ്ടപരിഹാരം നൽകാൻ ഉടമ ബാധ്യസ്ഥനാകും. അതായത് സ്വന്തം വീട് തകർത്തതിന്റെ സാമ്പത്തിക നഷ്ടത്തിന് പുറമെ വലിയൊരു തുക വാടകക്കാരന് നഷ്ടപരിഹാരമായി നൽകേണ്ടിയും വരും. അങ്ങനെയെങ്കിൽ വാടക തരുന്നില്ലെങ്കിലോ ഒഴിയാൻ കൂട്ടാക്കുന്നില്ലെങ്കിലോ കെട്ടിട ഉടമ എന്താണ് ചെയ്യേണ്ടത് എന്ന സ്വാഭാവികമായ ചോദ്യം ഉയർന്നേക്കാം. ഇതിനുള്ള പരിഹാരം കോടതികളിലാണ്, അല്ലാതെ JCBയുടെ ബക്കറ്റിലല്ല. വാടകക്കാരൻ ഒഴിയാൻ തയ്യാറായില്ലെങ്കിൽ ഉടമകൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അഭിഭാഷകൻ മുഖേന കൃത്യമായ കാരണം വ്യക്തമാക്കി ലീഗൽ നോട്ടീസ് അയക്കുക എന്നതാണ്. ഇതിൽ വാടകക്കാരന് മറുപടി നൽകാനോ ഒഴിയാനോ ആയി 15 മുതൽ 30 ദിവസം വരെ സമയം നൽകണം. എന്നിട്ടും ഫലമില്ലെങ്കിൽ വാടക കുടിശ്ശികയോ അല്ലെങ്കിൽ കെട്ടിട ഉടമയ്ക്ക് സ്വന്തം ആവശ്യത്തിന് അടിയന്തരമായി വേണമെന്നോ ചൂണ്ടിക്കാട്ടി റെന്റ് കൺട്രോൾ കോടതിയിൽ ഹർജി നൽകാം. കോടതി ഇരു വിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട ശേഷം കുടിയൊഴിപ്പിക്കാൻ ഉത്തരവിട്ടാൽ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോടതി ആമീന്റെയോ പോലീസിന്റെയോ സാന്നിധ്യത്തിൽ തികച്ചും നിയമപരമായി തന്നെ കെട്ടിടത്തിന്റെ കൈവശാവകാശം ഉടമയ്ക്ക് വീണ്ടെടുക്കാം. നിയമ നടപടികൾക്ക് കാലതാമസം നേരിടുന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും അത് നിയമം കയ്യിലെടുക്കാനുള്ള ഒരു ന്യായീകരണമല്ല. ചിതറയിലെ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രധാന പാഠമാണ്. കയ്യൂക്കും ഗുണ്ടായുസവും കൊണ്ടല്ല, മറിച്ച് നിയമം മൂലമേ പരിഷ്കൃത സമൂഹത്തിൽ ഏതൊരു തർക്കത്തിനും പരിഹാരം കാണാൻ പാടുള്ളൂ. നിയമം കെട്ടിട ഉടമയ്ക്കും വാടകക്കാരനും ഒരുപോലെ സംരക്ഷണം നൽകുന്നുണ്ട്. ആ സംരക്ഷണത്തെ കോടതി വളപ്പിൽ നിന്ന് തെരുവിലെ പേശീബലത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല. വാടക കരാറുകൾ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഇത്തരം നിയമവശങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകേണ്ടത് സമൂഹത്തിന്റെ സുഗമമായ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.